AKPA കണ്ണൂർ ജില്ലാ സമ്മേളനം സ്വാഗത സംഘം രൂപീകരിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. വരുന്ന നവംബർ 6-7 തീയതികളിൽ പയ്യന്നൂരിൽ വെച്ച് നടക്കുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. പയ്യന്നൂർ ചേംബർ ഹാളിൽ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് സ്വാഗതവും പ്രസിഡന്റ് ഷിബുരാജ് എസ് അധ്യക്ഷതയും വഹിച്ച പരിപാടി പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സംഘടന എന്നുള്ള നിലയിലേക്കുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും വ്യത്യസ്ത മേഖലകളിൽ ഒത്തുതിരിഞ്ഞ് പ്രവർത്തിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള വേതനം കിട്ടുകയും അല്ലെങ്കിൽ കൂലി കിട്ടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും വലിയ വലിയ തോതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല വരുമാനം ഉണ്ടാകുകയും സാധാരണക്കാരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് കാലത്ത് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ മേഖലയിലെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്താനും പാകത്തിൽ ഒരു സംഘടന രൂപീകരിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നീക്കമായിട്ട് കാണുകയാണ്. സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം AKPA സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് നിർവഹിച്ചു. AKPA സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ നിരീക്ഷകനുമായ ഹരീഷ് പാലക്കുന്ന്, M രാഘവൻ, K ജയരാജ്, ശ്രീനാഥ്, VKP ഇസ്മായിൽ, V ബാലൻ തുടങ്ങിയ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, വ്യാപാര വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ, പ്രസ് ഫോറം പ്രസിഡന്റ് സന്തോഷ് എന്നിവരും ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. AKPA സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ രജീഷ് PTK, രാജേഷ് കരള, കൃഷ്ണദാസ് മാധവി, TC പ്രവീൺ, PP ജയകുമാർ, പ്രജിത്ത് കണ്ണൂർ, കനക സുരേഷ്, പ്രമോദ് ലയ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ് നന്ദിയും പറഞ്ഞു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.